പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് തിങ്സ് എപ്പോഴും പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് കണ്ടൻസ് നോക്കുക. അതിൻ്റെ പുറകിൽ എന്തൊക്കെ കണ്ടൻസ് ആണെന്ന് എഴുതിയിട്ടുണ്ടാവും. ദെൻ അത് കൊമിഡോജനിക് ആണോ അല്ലേന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. കാരണം ഓയിലി സ്കിന്നുകാർക്കും ഏത് സ്കിൻ ടൈപ്പ് ആയാലും നോൺ കൊമിഡോജനിക് പ്രോഡക്റ്റ് ആയിരിക്കും എടുക്കേണ്ടത്. അതാണെങ്കിൽ ക്ലോഗ്സ് ഇതാക്കിയിട്ട് പിമ്പിൾസ് ഒന്നും വരില്ല. അതാണ് കൊമിഡോജനിക്കും നോൺ കൊമിഡോജനിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എപ്പോഴും നോൺ കൊമിഡോജനിക് പ്രോഡക്ട്സ് മോസ്റ്റ്ലി ചൂസ് ചെയ്യുക. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർ അത് മസ്റ്റായിട്ട് നോക്കിയിട്ട് വേണം ആ പ്രോഡക്ട്സ് ചൂസ് ചെയ്യാൻ. ദെൻ പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അണ്ടർ ഐസിൻ്റെ ഇതിൽ വരുമ്പോഴത്തേക്ക് അണ്ടർ ഐ ക്രീം മാത്രമാണ് ഈ ഏരിയയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ ഒരിക്കലും മോയ്സ്ചറൈസറോ സെറമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അത് അത്രയും ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ അവിടെ നമ്മൾ മോയ്സ്ചറൈസറും സെറവും ഒക്കെ അണ്ടർ ഐസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റിങ്കിൾസ് വരാനുള്ള ചാൻസാണ് കൂടുന്നത്. സോ അവിടെ ഒരിക്കലും മോയ്സ്ചറൈസറോ സെറമോ യൂസ് ചെയ്യരുത്. സൺസ്ക്രീൻ ഫുൾ ഫേസിൽ കവർ ചെയ്താണ് ഇടേണ്ടത്. പക്ഷേ അതിന് മുന്നേ അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്തിട്ട് വേണം സൺസ്ക്രീൻ ഫുള്ള് ഇടാൻ വേണ്ടിയിട്ട്.